അസ്സലാമു സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തെരണ്ടിയാണ്. തെരണ്ടി റോസ്റ്റ്. നമ്മൾ ഫിഷിൽ തന്നെ എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു തെരണ്ടി. തെരണ്ടി നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു മെത്തഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ തെരണ്ടി റോസ്റ്റിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 750 ഗ്രാം തെരണ്ടിയാണ്. നമ്മൾ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 സ്പൂണ് മുളക് പൊടി, ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പിലയും 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഉപ്പും മുളകും എല്ലാം കൂടി നല്ലതുപോലെ പിടിക്കുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാല നല്ലതുപോലെ പിടിപ്പിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച തെരണ്ടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. തെരണ്ടി നമ്മൾ മസാല തേച്ച് കറക്റ്റ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു. നേരത്തെ ഒഴിച്ച് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ പോയാൽ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിൻ്റെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ആവുന്നത് വരെ ഒരു സൈഡ് ഒന്ന് വേവിക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് മറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചു കൊടുക്കുക. അപ്പോൾ തെരണ്ടി ഇങ്ങനെ ഒരു സൈഡ് വേവുന്നുണ്ട്. വേവുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ആദ്യം ഒന്നും വെറുതെ കഴുകി വെച്ചാൽ തന്നെ അതിനകത്ത് വെള്ളം ഉണ്ടാവും. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇതുമ്പോൾ വെള്ളം ഉണ്ടാവും. ബീഫ് പോലെയാണ് തെരണ്ടി നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യാനിട്ട് കഴിഞ്ഞാൽ അതുപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് നല്ലതുപോലെ വറ്റി കിട്ടണം. ആ വെള്ളമൊക്കെ വറ്റി ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം, മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ മീനും നല്ലപോലെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തെരണ്ടി മറ്റേ സൈഡും ഒന്ന് ഒരു 3-4 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ തീ ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ശരിക്കൊന്ന് മസാലയും പിടിക്കണം, അതുപോലെ തന്നെ വെന്തും കിട്ടണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തെരണ്ടി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഈ രീതിയിലായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഇടേണ്ടത് ഇഞ്ചിയാണ്. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 15 വെളുത്തുള്ളി അല്ലി നല്ലതുപോലെ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളക് കൂടി ഞാൻ ഇതിനകത്ത് പൊളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ ഇതുപോലെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 2 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം വലുതാണെങ്കിൽ, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം. ഞാൻ ഇപ്പോൾ വലിയ 2 സവോള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോള നല്ല രീതിയിൽ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും നല്ലതുപോലെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം ടൈപ്പ് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് കുറച്ച് കോൽപ്പുളി ആവശ്യമുണ്ട്. ഞാനൊരു കപ്പ് വെള്ളത്തിലേക്ക് കുറച്ച് കോൽപ്പുളി നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്.
ഇനി ഇത് നല്ലതുപോലെ പിഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളിവെള്ളം, ആ ഒരു കപ്പ് പുളിവെള്ളം ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റി കുറച്ച് ഡ്രൈ ആക്കി എടുക്കുക, നല്ല റോസ്റ്റ് പരുവത്തിലേക്ക് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഇട്ട് ഉപ്പ് തന്നെ, പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക, ഒരു റോസ്റ്റ് പരുവത്തിൽ. അപ്പോൾ തെരണ്ടി നല്ലതുപോലെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ റോസ്റ്റ് ആക്കി എടുക്കുന്നതാണ് നല്ലത്. ഇതിൽ കൂടുതൽ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും കൂടി കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. ഇതാകുമ്പോൾ പൊറോട്ടയും കൂടി ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെവലിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനും ഇറക്കി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ തെരണ്ടി റോസ്റ്റ് റെഡിയായി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ തെരണ്ടി ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല. മുമ്പ് കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇതേ രീതിയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ കണ്ടാലും തെരണ്ടി വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. അത്രയും ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ കമന്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.